കഴിഞ്ഞ ആഴ്ച കലഞ്ഞൂരിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം നടത്തിയ പ്രതികളെ ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് ഈ സാറിനോടൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് സംഭവിച്ചത്. സാർ, എന്താണ് സംഭവിച്ചത്? ആക്ച്വലി ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വീട്ടിലെ ഒരു കുട്ടി ഒരു ബ്ലോഗ് ചെയ്തതാണ് ഇതിന്റെ തുടക്കം. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ മൂന്നാർ ട്രിപ്പ് പോവാണ് ഗൈസ്. 3 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ഗൈസ്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് കാണിക്കാൻ പോകുന്നത് എൻ്റെ അമ്മ എവിടെയാണ് ചാവി ഒളിപ്പിച്ച് വെച്ചേക്കുന്നതെന്നാണ് ഗൈസ്. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, ആരും അറിയേണ്ട ഗൈസ്. ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം, വരൂ. കണ്ടില്ലേ ഗൈസ്, ഇവിടെയാണ് എൻ്റെ അമ്മ ചാവി ഒഴിയോതാണ്ട് പോയി ചാവി ഒളിപ്പിച്ച് വെക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ പറഞ്ഞതുപോലെ വേറെ ആരും അറിയണ്ട, ഓക്കെ? അപ്പം ബാക്കി എല്ലാ ഡീറ്റെയിൽസും അടുത്ത വീഡിയോയിലോട്ട് ഇടാം. ബൈ. സാർ, ഇത്രയും പെട്ടെന്ന് ഈ പ്രതികളിലേക്ക് എത്താൻ സാറിന് എങ്ങനെ സാധിച്ചു? എന്റെ ബുദ്ധിപരമായ ഒരു നീക്കം ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ ഈ കൊച്ചിന്റെ വീഡിയോ അതിന്റെ കമന്റുകൾ മുഴുവൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ല കമന്റുകളാണ് ഇടുന്നത്. അതിന്റെ ഇടയ്ക്ക് വ്യത്യസ്തമായ ഒരു കമന്റ് ഇട്ടത് അദ്ദേഹമാണ്. താങ്ക്സ് എന്നാണ് അദ്ദേഹം. മണ്ടത്തരല്ലേ ഇമാരി കാണിച്ചു. മണ്ടത്തരല്ലേ സാറേ ഇവൻ കാണിച്ചത്? ഞാൻ ഇവന്റെ 100 പ്രാവശ്യം പറഞ്ഞ അത് ഡിലീറ്റ് ചെയ്തേള പിടി വീഴുന്നു. ഇപ്പൊ എന്തുവായി? പിടി വീഴ്. ആരോട് പറഞ്ഞു സാറേ? ഇവനെവിടെ കമന്റ് ഇട്ടാൻ അറിയോ? എന്റെ കമന്റിന്റെ അടി വന്നിട്ടാണ് കമന്റ് ഇട്ടത്. കണ്ടോ, ഇതുപോലുള്ള മണ്ടന്മാരാണ് ഈ പണി തരണം. അപ്പൊ നമ്മുടെ ജോലി എളുപ്പമായില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ബ്ലോഗുകൾ ഇടുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ സ്വകാര്യതകൾ കൂടുതലും ഒഴിവാക്കിയിട്ട് ബ്ലോഗ് ഇടാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതേപോലുള്ള കുഴപ്പങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും. അവിടെ എന്റെ കമന്റിന് കുഴപ്പം. എനിക്ക് 5K ലൈക്ക് കിട്ടിയത് കമന്റിൽ. മോളെ, നിനക്ക് എന്ത് മെസ്സേജ് ഞാൻ ഇട്ട്? ഞാൻ ഇൻബോക്സ് ഒന്നും നോക്കണ്ടായിരുന്നു. നീ എന്റെ കമന്റ് പിൻ ചെയ്ത് വെച്ചാൽ ഇവനെക്കാട്ടി ലൈക്ക് എനിക്ക് കിട്ടത്തില്ല. നമ്മളെ